ISROയുടെ സൗര ദൌത്യമായ ആദിത്യ L1 ഇന്ന് ലക്ഷ്യസ്ഥാനത്തെത്തും. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 2-നായിരുന്നു വിക്ഷേപണം. വൈകിട്ട് 4 മണിയോടെ ലഗ്രാഞ്ച് പോയിന്റിൽ ആദിത്യ എത്തുമെന്ന് ISRO അറിയിച്ചിട്ടുണ്ട്. ISRO നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനമായി, ആകാശത്ത് അഭിമാനമായി അജയ്യം ത്രിവർണം എന്ന് പലയാവർത്തി പ്രഖ്യാപിച്ചുകൊണ്ട് ചെയ്ത ദൌത്യങ്ങളൊക്കെ എന്താണ് കൈകൊണ്ട് തൊട്ടാൽ അത് പൊന്നാവും എന്ന് പറയുന്ന പോലെ ചെയ്ത ദൌത്യങ്ങളൊക്കെ മഹാവിജയമാക്കി ISRO രാജ്യത്തിന്റെ അഭിമാനമായി അങ്ങനെ ഉയർന്നു നിൽക്കുകയാണ്. സല്യൂട്ട് ISRO. ആ വാർത്തയിലേക്ക് അല്ല, മനീഷ് മൂർത്തി ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി ചെന്നൈയിൽ നിന്ന്. ഒപ്പം എക്സ്പ്ലെയിനറുമായി പ്രജൻസി കണ്ണനും ചേരും. ആദ്യം മനീഷ് മൂർത്തിയിലേക്ക്. മനീഷ്, അങ്ങനെ രാജ്യത്തിന്റെ അഭിമാനം വാനോളം ഉയർത്തിക്കൊണ്ടാണ് ആദിത്യ L1 ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്നത്. വിശദാംശങ്ങൾ. പ്രവിത ഹാഷ്മി, സെപ്റ്റംബർ 2-ന് 2023 സെപ്റ്റംബർ 2-ന് ആരംഭിച്ച യാത്രയാണ്. അത് 4 മാസങ്ങൾക്ക് ശേഷം ഇന്നിപ്പോൾ സഫലമാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ലഗ്രാഞ്ച് പോയിന്റിലേക്ക്, ലഗ്രാഞ്ച് പോയിന്റ് 1 എന്നാണ് ആ പോയിന്റിന് പറയുക. ആ പോയിന്റിലേക്ക് ഇന്നിപ്പോൾ വൈകുന്നേരം 4 മണിയോടുകൂടി ആദിത്യ L1 എത്തുമെന്നുള്ളതാണ് ISRO അറിയിച്ചിരിക്കുന്നത്. അത് കൃത്യമായ അർത്ഥത്തിൽ തന്നെ നമുക്കറിയാം, നേരത്തെ സെപ്റ്റംബർ 2-ന് തുടങ്ങിയ ആ ഒരു യാത്ര 4 ഘട്ടങ്ങളിലായി ഭൂമിയിൽ ഭ്രമണപഥം ഉയർത്തുന്നു. 5ാമത്തെ ഘട്ടത്തിലാണ് ഭൂമിയുടെ ഭ്രമണപഥം വിട്ട് അത് ലഗ്രാഞ്ച് പോയിന്റിലേക്കുള്ള യാത്ര ആരംഭിച്ചത്. ഏകദേശം 10 ദിവസമാണ് ഇതിനെടുത്ത ഒരു സമയം എന്ന് പറയുന്നത് ഈ ഘട്ടങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ. അതിനുശേഷം ഭൂമിയുടെ ഭ്രമണപഥം വിട്ടതിന് ശേഷം വീണ്ടും അത് ഈ യാത്രയിലായിരുന്നു. അങ്ങനെ ഇന്നിപ്പോൾ വൈകുന്നേരം 4 മണിയോടുകൂടി ലഗ്രാഞ്ച് പോയിന്റ് 1-ലേക്ക് എത്തും എന്നുള്ളതാണ് എന്തായാലും പറയുന്നത്. അത് ലഗ്രാഞ്ച് പോയിന്റ് 1 എന്ന് പറയുന്ന ആ ഒരു മേഖലയുടെ പ്രത്യേകത, ഒരു ഹലോ ഓർബിറ്റ് ആണ്. ആ മേഖലയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഭൂമിയുടെയും സൂര്യന്റെയും അതുപോലെ ഈ ഗുരുത്വാകർഷണ ബലം ഈക്വൽ ആകുന്ന, ഒരേപോലെ ഉണ്ടാകുന്ന ഒരു സ്ഥലം, ഈക്വൽ ആകുന്ന ഒരു സ്ഥലം, തുല്യമാകുന്ന സ്ഥലം എന്നാണ്. അവിടെ ആകുമ്പോൾ കൃത്യമായി ഇടതടവില്ലാതെ സൂര്യനെ കുറിച്ച് പഠിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ISROയുടെ കണ്ടെത്തൽ. അതുകൊണ്ടാണ് ആ പോയിന്റ് തന്നെ കൃത്യമായി തിരഞ്ഞെടുക്കുന്നത്. എന്തായാലും ഈ പറഞ്ഞ പോലെ 7 പേലോഡുകളാണ് ഇതിൽ ഉള്ളത്. അത് 4 നേരിട്ട് 4 പേലോഡുകൾ നേരിട്ട് സൂര്യനെ കുറിച്ച് പഠിക്കും. 3 പേലോഡുകൾ ഈ പറഞ്ഞ ലഗ്രാഞ്ച് പോയിന്റ് 1-നെ കുറിച്ചാണ് പഠിക്കുക. കാരണം വരും ദൗത്യങ്ങളിൽ ഏറ്റവും അധികം സാധ്യതയുള്ളത് അല്ലെങ്കിൽ ഏറ്റവും അധികം അറിയേണ്ടത് ഈ ലഗ്രാഞ്ച് 1-നെ കുറിച്ചാണ്, പോയിന്റിനെ കുറിച്ചാണ്. സ്വാഭാവികമായി 3 പേലോഡുകൾ അവയെക്കുറിച്ച്, ഈ ലഗ്രാഞ്ച് പോയിന്റിനെ കുറിച്ചും എന്തായാലും പഠിക്കും. പ്രധാനമായും സൂര്യന്റെ ഫോട്ടോസ്ഫിയർ അതുപോലെ തന്നെ ക്രോമോസ്ഫിയർ പാളികളെ കുറിച്ചൊക്കെയാണ് പഠനം നടക്കുക. അങ്ങനെ 4 വർഷം നീണ്ട ഒരു യാത്രയാണ് ആദിത്യ L1-ന്റേത്. അതെന്തായാലും ഇന്നിപ്പോൾ സഫലമാകുമെന്ന് ISRO അറിയിക്കുന്നു. വൈകുന്നേരം 4 മണിയോടുകൂടി ഈ പറഞ്ഞ ലഗ്രാഞ്ച് പോയിന്റ് 1-ൽ ആദിത്യ L1 എത്തും. ഹാഷ്മി, സ്മിത. ഓക്കെ, അപ്പോൾ ലഗ്രാഞ്ച് പോയിന്റിൽ ISROയുടെ അഭിമാനം എത്താൻ പോകുന്നു. ISRO നമുക്ക് നേരത്തെയൊക്കെ പറയുന്ന പോലെ പറഞ്ഞാൽ തീരില്ല. അത്രത്തോളം വലിയ വിജയ നേട്ടങ്ങളുടെ വഴിയിൽ കൂടുതൽ വിജയങ്ങളിലേക്ക്